ശ്രീ പി രംഗനാഥൻ, ഈ ചട്ടക്കൂട് എന്നൊന്നുണ്ടല്ലോ, അതിപ്പോൾ കായിക രംഗത്ത് ഏതു മേഖലയിലായാലും, ഇപ്പോൾ ബോക്സിങ്ങിലായാലും ഗുസ്തിയിലായാലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ലംഘിച്ച് മുന്നോട്ട് പോകുന്നവർ ശരിയല്ല, അത് ശരിയല്ല എന്നത് സ്പോർട്സിൻ്റെ ഒരു നീതിയാണ്. ഈ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോയി നിന്നാൽ എങ്ങനെ പരിഗണിക്കപ്പെടാനാണ്? അങ്ങനെ ഒരു തെറ്റുകൂടി അവിടെയില്ലേ? അതായത് KCA പരിഗണിച്ചില്ല എന്നതിനപ്പുറം അതിൻ്റെ മറുവശത്ത് KCA എന്ന ചട്ടക്കൂടിനെ ലംഘിച്ചു പോയി നിൽക്കുന്നത് എന്തിനാണ്? അല്ല, അവിടെ തന്നെയാണ് കാരണം കൃഷ്ണരാജ്. കാരണം KCA കഴിഞ്ഞിട്ടേ BCCA വരുന്നുള്ളൂ. അപ്പൊ തുടക്കം തന്നെ നന്നായിരുന്നാലേ അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ KCA അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്ന് ഒരു കേരള താരവും പ്രതീക്ഷിക്കുകയും വേണ്ട. ആ ഒരു സ്വപ്നം നടക്കാത്ത കാര്യമാണ്. പക്ഷെ KCA എന്തെങ്കിലും രീതിയിൽ ഒരു തടസ്സമായിട്ട് ഒരു താരത്തിന് നിൽക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് BCCA പരിഗണിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇപ്പൊ സഞ്ജു വി സാംസന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വിജയ് ഹസാരെ ട്രോഫി മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ടീമിൽ അവസരം ലഭിക്കണമെങ്കിൽ ഇനിയും ധാരാളം കടമ്പകൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, പെർഫോം ചെയ്യണം. അപ്പൊ അത് ഇംഗ്ലണ്ടായിട്ടുള്ള ഈ പരമ്പര വരുന്നു, അതിനുശേഷം അദ്ദേഹത്തെ പരിഗണിക്കും. പിന്നീട് ധാരാളം T20 ഏകദിന മത്സരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. പക്ഷെ അതിനെല്ലാം ബേസ്, അതായത് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. KCA എന്നുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പിന്തുണയും കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് നേടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു റോൾ മോഡലാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഐക്കൺ പ്ലെയർ ആണ് KCAയുടെ, അല്ലെ കേരള ക്രിക്കറ്റിന്റെ. അപ്പൊ ആ ഐക്കൺ പ്ലെയർ തന്നെ ഇൻഡിസിപ്ലിൻ മാനറിൽ പോവുകയാണെങ്കിൽ പിന്നീട് പതനത്തിന്റെ ആ അവസാനം അടിത്തറ ഇളകി താഴോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് ഉണ്ട്, പല മറ്റുള്ള സംസ്ഥാനത്ത് പോയി കളിക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിചാരിച്ചാൽ മാത്രമേ റിലീവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ഒരു ചിന്ത മാത്രമാണ്. എങ്കിലും ഞാൻ പറയുന്ന അതിലോട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അദ്ദേഹത്തിന് ഇനിയും നല്ല രീതിയിൽ കേരള ക്രിക്കറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം. അദ്ദേഹം ധാരാളം യുവതാരങ്ങളെ ഇനിയും പ്രോത്സാഹിപ്പിച്ച സഞ്ജുവിന്റെ പ്രസൻസ് തന്നെ മതി ആ താരങ്ങൾക്ക് ഒരു പ്രചോദനമാവാം. അപ്പൊ ആ രീതിയിൽ സഞ്ജു വളരെ ഡിസിപ്ലിൻ ആയിട്ട് വളരെ നല്ല രീതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ചേർന്ന് ഉള്ളപ്പോഴെല്ലാം ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക, ടീമിന്റെ കൂടെ കളിക്കുക. വളരെ മികച്ച രീതിയിൽ കേരള ടീമിനെ അദ്ദേഹം നയിച്ചു സയ്യിദ് മുസ്താഖ് അലിയിൽ. അതുപോലെ തന്നെ തുടരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്ര ടാലന്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ്. അപ്പൊ ഈ ഒരു കാരണം പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു ശുദ്ധ മണ്ടത്തരം എന്നേ പറയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാവി ഇതോടുകൂടി അവസാനിപ്പിക്കും.